അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സഹോദരങ്ങളെ, ഒരു നല്ല അനുകൂലമായ ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ റമദാനിനെ കാണുന്നത്. കാരണം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമിതമായ തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകളുണ്ടായിരിക്കും. എല്ലാം നമസ്കാരം ഉപേക്ഷിച്ച് എല്ലാ ഹറാമുകളിലും പങ്കെടുത്ത് ഒരു നിയന്ത്രണമല്ലാതെ ജീവിച്ച ആൾക്കാരുണ്ടായിരിക്കും. അവരോടൊക്കെ നമ്മളൊരു മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ നമ്മളോട് എന്താ പറയാം, എന്താ പിന്നെ ഞാൻ മാറുന്നത്, അതിന് മാത്രം ഞാൻ വേണ്ടാവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് മാറാൻ കഴിയുമോ എന്നതാണ്. ഒരു മാറ്റത്തിനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണല്ലോ റമദാൻ. പിശാചുക്കൾ ബന്ധിക്കപ്പെടും, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും, ധാരാളം നന്മകൾക്കുള്ള അവസരങ്ങൾ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം, ലൈലത്തുൽ ഖദർ, ധാരാളം അവസരങ്ങളുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു മനുഷ്യൻ, ഏതൊരാളും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന ഒരു റമദാനിൽ വളരെ മോശമായി ജീവിക്കുന്ന ആളുകൾക്ക് മാറാൻ ഉള്ളൊരവസരമാണ്. കാരണം മാറാൻ ചിന്തിക്കുമ്പോൾ അവർക്ക് തടസ്സം എന്തായിരിക്കും, ഞാൻ കുറേ തെറ്റുകൾ ചെയ്തു പോയ ആളാണല്ലോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്, കുലിയ ഇബാദിയലദിന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അത് നിരാശപ്പെടരുതെന്നാണ്. സ്വന്തങ്ങളോട് അമിതമായ പാപങ്ങൾ ചെയ്തു പോയ ആളോട് പറയണം, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്. ഇന്നല്ലാഹ യഗ്ഫിർ ദുനൂബ ജമീഅൻ, അല്ല എല്ലാ പാപങ്ങളെയും അള്ളാഹു പൊറുക്കുന്ന. ഇന്നഹു അൽ ഗഫൂർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്നാണ്. ഇതെന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ഓഫർ പറയുന്നത്? അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റുമോ, തഖൂലു കത് കസ്റത്ത് ദുനൂബുന ഓ തെറാക്കമത്ത് ഒയ്യൂബുന. നിങ്ങൾ പറയും, ഞങ്ങളെ തെറ്റുകൾ ഭയങ്കരമായിട്ട് അധികരിച്ചു, ഞങ്ങളുടെ ന്യൂനതകൾ ഭയങ്കരമായിട്ട് മേൽക്കുമേൽ കുമ്പാരമായി തിന്മകൾ ചെയ്തു, അതുകൊണ്ട് ചെയ്ത് ഫലിസ്ലഹാത്തുറയെ ഒരു മാർഗ്ഗമില്ല, എന്തിന് യുസീലുഹ, അതിനെ നീക്കിക്കളയാൻ വേണ്ടിയിട്ട്, വലാ സബീല, അത് ഇല്ലാതാക്കാൻ ഞങ്ങളെ മുന്നിൽ ഒരു മാർഗവുമില്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറയുന്നതാണ്. എന്നാൽ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും തെറ്റുകളിൽ തന്നെ ശേഷിക്കും. മുസ്ലിനാലിൽ അസ്വയാൻ, തെറ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും, വിടാതെ ഇനിയിപ്പോൾ നന്നായിട്ട് കാര്യമില്ലല്ലോ എന്ന നിരാശ കൊണ്ടാണ് ആ തെറ്റിൽ തന്നെ തുടരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലാത്തക്കനത്വം റഹ്മത്തില്ല, നിങ്ങൾ നിരാശപ്പെടരുത്, എല്ലാ തെറ്റുകളും അള്ളാഹു എന്ത് ചെയ്യും, പുറത്തു തരും എന്നാണ്. അള്ളാഹുവിന് അങ്ങനത്തെ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അള്ളാഹ് എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സത്യത്തിൽ പാപങ്ങൾ പരിഹരിക്കുന്നുള്ളത് എന്താണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഭയങ്കരമായ കാര്യമാണ്. വിശ്വാസിക്ക് അങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. ഒന്നാണ് ഹജ്ജ്. അതായത് യഹ്ദിമുമാ ഖബലഹു, മുമ്പുള്ള എല്ലാ തെറ്റുകളെയും ഇല്ലാതാക്കിയിട്ട് നമുക്ക് സ്വർഗ്ഗക്കാരനായി തിരിച്ചു വരാൻ പറ്റുന്ന സന്ദർഭമാണ് ഹജ്ജ്. അപ്പോൾ ഏതൊരു പാപം ചെയ്ത ഒരാളിലും ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ റമദാൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ, അതായത് ഉഫ്രലഹുമാ തഖദ്ദമിൻ ദംബിഹ, രാത്രി നിസ്കരിച്ചാലും കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കും, നോമ്പ് വെച്ചാലും കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കും, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നിസ്കരിച്ചാലും പാപങ്ങൾ പൊറുക്കും. അപ്പോൾ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്ത് കിട്ടും എന്നത് റമദാനിൽ എത്ര മോശപ്പെട്ട ആളുകൾക്ക് മാറാനുള്ള ഒരു ഭയങ്കരമായ സന്ദർഭമാണല്ലോ. ഇപ്പോൾ ഈ റമദാൻ്റെ അവസാനത്തെ 10 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. അല്ലാഹുവേ, നീ എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, എനിക്ക് പുറത്തു തരണം എന്നാണ് നമ്മൾ ആവർത്തിച്ച് അള്ളാഹുവോട് പറയണത്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും മാറാൻ പറ്റുന്നൊരു നല്ല സാഹചര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ക്ലാസ്സുകൾക്ക് പോകണു, പ്രസംഗത്തിന് പോകണു, പള്ളിയിൽ പോകണു, തറാവീഹിന് പോകണു, റമദാൻ പ്രഭാഷണങ്ങൾക്ക് പോകണു, നമ്മളൊക്കെ പോകണ്ടല്ലോ. ആ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരത്തിൽ ദീനിൻ്റെ ശരിയായ മാർഗത്തിലേക്ക് വരാത്ത, ദീനിനെ ശരിക്ക് ഉൾക്കൊള്ളാത്ത ആ ആളുകളെ കൂട്ടിപ്പിടിക്കാനും അവരെ കൂടെ കൊണ്ടുപോകാനും, നമ്മുടെ വാഹനത്തിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ, സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോകാനും, അവരെ ക്ഷണിക്കാനും, അവർക്ക് മെസ്സേജുകൾ അയച്ചു കൊടുക്കാനും, അവരെ ദീനിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമായിട്ട് നമ്മൾ ഈ റമദാനിനെ കാണണം. കാരണം ഏത് മനസ്സുകളും നനഞ്ഞു നിൽക്കുകയാണ്. ഒരു വിത്തെറിഞ്ഞാൽ മുളച്ചു നിൽക്കത്തക്ക വിധത്തിൽ പാകമായ മണ്ണാണ് എല്ലാവരുടെയും മനസ്സ്. റമദാനല്ലേ, ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല എന്ന് ചിന്തിക്കുന്നൊരു മാനസികാവസ്ഥ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജുമാക്ക് പോകുമ്പോഴും ജമാഅത്തുകൾക്ക് പോകുമ്പോഴും നിസ്കാരത്തിന് പോകുമ്പോഴൊക്കെ സ്നേഹത്തോടു കൂടെ ഇത്തരം കാര്യങ്ങളിൽ സജീവരല്ലാത്ത നമ്മുടെ അയൽവാസികളെയും ആളുകളെയൊക്കെ വിളിക്കാം. അവരുടെ മനസ്സ് മാറാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.